ഏവർക്കും +1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സെറ്റ്സ് എന്ന ചാപ്റ്ററിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടെത്താം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്? ലെറ്റ് യു ബി യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ഈസ് എനി സബ്സെറ്റ് ഓഫ് യു. ദെൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ് ഫോർമുല? യു മൈനസ് എ. യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം, എ എന്ന സെറ്റിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരം എലിമെന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ കോംപ്ലിമെന്റ്. അത് വിശദമായി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് സെറ്റ്സ്. കോംപ്ലിമെന്റ് സെറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിന്റെ ഒരു വെരിഫിക്കേഷൻ പറഞ്ഞു. എ കോംപ്ലിമെന്റ് the whole complement equal to എന്ത് കിട്ടും? എ കോംപ്ലിമെന്റ് കാണുക, വീണ്ടും ഒരിക്കൽ കൂടെ കോംപ്ലിമെന്റ് കാണുക. അപ്പോൾ എന്ത് കിട്ടും? ഓട്ടോമാറ്റിക് ആയിട്ട് എ എന്ന സെറ്റ് തന്നെ കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വെരിഫൈ ചെയ്തു. സോ പ്രോപ്പർട്ടി നമ്പർ 1, എ കോംപ്ലിമെന്റ് the whole complement equal to a. Second one, if u is the universal set, then what is u complement? Is equal to യു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യുവിലില്ലാത്തത്. യു എന്ന് പറയുന്നത് എന്താണ്? ഈ റെക്ടാംഗിൾ. ഇതിനില്ലാത്തൊരു സംഗതി ഉണ്ടോ? ഇല്ല. ഏറ്റവും വലിയ സെറ്റ് ആണ് യൂണിവേഴ്സൽ സെറ്റ്. അതിലില്ലാത്തൊരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ദാറ്റ് ഈസ് നൾ സെറ്റ്. പിടികിട്ടിക്കാണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് പ്രോപ്പർട്ടി, വാട്ട് ഈസ് ഫൈ കോംപ്ലിമെന്റ്? ഫൈ മീൻസ് എന്താണ്? നൾ സെറ്റ്. നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഒരു സെറ്റിനകത്ത് ഒന്നുമില്ല, അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ളത്. ദാറ്റ് ഈസ് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. സോ ക്ലിയർലി യു. അപ്പൊ യു കോംപ്ലിമെന്റ് നൾ സെറ്റ്, നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. പ്രോപ്പർട്ടി നമ്പർ 4, if A is any set, then A union A complement equal to എന്തായിരിക്കും? എ യൂണിയൻ എ കോംപ്ലിമെന്റ്. നോക്കൂ, എ എന്ന് പറയുന്ന സെറ്റ് ഇത്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്താണ്? ആ സർക്കിള് പോയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള പോർഷൻ, അതായത് ഈ സർക്കിള് പുറത്തുള്ള പോർഷൻ രണ്ടും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ എന്ത് കിട്ടും? എ എന്ന സെറ്റും അതിന് പുറത്തുള്ള പോർഷൻ കൂടെ യൂണിയൻ എടുക്കുമ്പോൾ മൊത്തം കിട്ടും, അതായത് യു കിട്ടും. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ സെറ്റ്. സോ എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. ഫിഫ്ത് വൺ, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? എ എന്ന സെറ്റ് ഈ സർക്കിൾ, അതിന്റെ കോംപ്ലിമെന്റ് എന്താണ്? ഔട്ട്സൈഡ് പോർഷൻ ആണ്, അല്ലെ? ഈ സർക്കിൾ പോയിട്ട് ബാക്കിയുള്ള പോർഷൻ. അപ്പൊ രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ളത് അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. രണ്ടിനും കൂടെ കോമൺ ആയിട്ട് ഏതെങ്കിലും പോർഷൻ ഉണ്ടോ? എ എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ സർക്കിൾ. ദർ ഈസ് നോ കോമൺ പോർഷൻ. സോ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്താണ്? നൾ സെറ്റ്. ശരിയല്ലേ? നെക്സ്റ്റ് വൺ, ഇത് പ്രോപ്പർട്ടിയുടെ ഗണത്തിൽ പെടുത്താൻ പറ്റൂല എങ്കിലും ഞാൻ ഇവിടെ എഴുതാം. വാട്ട് ഈസ് യു കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ? യു കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ. അപ്പോൾ എന്താണ് യു കോംപ്ലിമെന്റ് എന്ന് അറിയണം. നിങ്ങൾക്കറിയാം, യു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ്. യു കോംപ്ലിമെന്റ് നൾ സെറ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് വരുമ്പോ നൾ സെറ്റ് ഇന്റർസെക്ഷൻ എ. നൾ സെറ്റിനും എയിലും കോമൺ ആയിട്ടുള്ളത്. നൾ സെറ്റിന് ഒന്നുമില്ല. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സോ നൾ സെറ്റ്. വൺ മോർ, അതും പ്രോപ്പർട്ടിയുടെ വിഭാഗത്തിൽ പെടുന്നതല്ല, ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. ഫൈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ. ഫൈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ. അഗൈൻ ഫൈ കോംപ്ലിമെന്റ് എന്താണ്? യു ആണ്. അപ്പൊ എന്ത് കിട്ടും? യു ഫൈ കോംപ്ലിമെന്റ് എന്താണ്? യു ഇന്റർസെക്ഷൻ എ. യു ഇന്റർസെക്ഷൻ എ. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ്, എ എന്ന് പറഞ്ഞാൽ അതിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ ഇതിലുള്ള എയിലുള്ള എല്ലാ എലിമെന്റും യുവിനകത്തുണ്ട്. അപ്പൊ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ കോമൺ ആയിട്ടുള്ളത് ചെറിയ സെറ്റ് എടുക്കുക. ദാറ്റ് ഈസ് എ. ഇത് രണ്ടും പ്രോപ്പർട്ടീസിന്റെ ഗണത്തിൽ പെടുന്നതല്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, ഇതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട്. നെക്സ്റ്റ്, വെരി 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 ഇമ്പോർട്ടന്റ് രണ്ട് പ്രോപ്പർട്ടി. എട്ടാമത്തത് നോക്കിക്കോളൂ. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എന്താണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എന്താണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ യൂണിയൻ എന്നുള്ളത് എന്തായി മാറും? ഇന്റർസെക്ഷൻ ആയി മാറും. സോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ദിസ് ലോ ഈസ് കോൾഡ് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് മാത്തമെറ്റീഷ്യൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്.
ആരാണ്? ഡി മോർഗൻ എന്ന ബ്രിട്ടീഷ് മാത്തമെറ്റീഷ്യൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. സോ ദിസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലോ ഈസ് കോൾഡ് ഡി മോർഗൻസ് ലോ. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ്. അദ്ദേഹം തന്നെ വേറൊന്നുകൂടെ കണ്ടുപിടിച്ചു, ഇതിന്റെ മറ്റൊരു വേർഷൻ. ഇത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്? നിങ്ങൾ പറയും എന്താണ്? ഹോൾ കോംപ്ലിമെന്റ് സ്പ്ലിറ്റ് ചെയ്യുക, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ യൂണിയൻ ആയി മാറും, യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇവിടെ ഇന്റർസെക്ഷൻ ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ യൂണിയൻ ആവും, ഇവിടെ യൂണിയൻ ആണെങ്കിൽ അവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഇന്റർസെക്ഷൻ ആവും. ഈ രണ്ട് ലോസിനെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് പറയും? ഡി മോർഗൻസ് ലോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിടികിട്ടിയില്ലേ? ഇതിന്റെ വെരിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തറവായി പഠിക്കുക. ഈ പ്രോപ്പർട്ടീസും കോൺവേർഡ് ക്വസ്റ്റ്യൻസിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയുമാണ് പ്രോപ്പർട്ടീസ്. ഒരു കാര്യം കൂടെ, ഇതിന്റെയൊക്കെ വെരിഫിക്കേഷൻ ഞാൻ ജസ്റ്റ് എന്താണ് വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് പറഞ്ഞു. ഇത് കാണുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് ഓർമ്മ വരണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രാം വരച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഞാൻ തന്നു, ഓർമ്മയുണ്ടോ? നോക്കിയോ? ഇതിന്റെ വെൻ ഡയഗ്രാം, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രാം ഒന്ന് കണ്ടെത്താൻ പറഞ്ഞു. കണ്ടെത്തി അതിന്റെ വെൻ ഡയഗ്രാം ഇതിന്റെ വെൻ ഡയഗ്രാം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ കണ്ടുപിടിച്ച് കാണും രണ്ടും ഒന്ന് എന്ന്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇത് ഈക്വൽ ടു അതൊന്നും ഇവിടെ എഴുതാൻ സാധിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ, ചെയ്യാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ഒരിക്കൽ കൂടെ അവസരം തരികയാണ്. ഇത് രണ്ടിന്റെയും വെൻ ഡയഗ്രാം ഞാൻ ഇന്നലെ വരച്ചിട്ടുണ്ട്. ഇത് രണ്ടിന്റെയും കൂടെ വെൻ ഡയഗ്രാം നിങ്ങൾ വരച്ചു നോക്കുക. എന്നിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഇഫ് യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6, A equal to set 2, 3, B equal to set 3, 4, 5. Show that, അല്ലെങ്കിൽ verify, A union B the whole complement equal to A complement intersection B complement. ഈ പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യണം, അല്ലെ? പ്രോപ്പർട്ടി കണ്ടപ്പോഴേ നിങ്ങളുടെ മനസ്സിലുണ്ട് ഇതാരാണ്? ഡി മോർഗൻസ് ലോ ആണ്. ഇത് വെരിഫൈ ചെയ്യണം. സോ ഒരു വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി എന്താണ് പ്രൊസീജിയർ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുക. ബ്രാക്കറ്റിനകത്തിരിക്കുന്നത് ആദ്യം കാണുക. ബ്രാക്കറ്റിനകത്തിരിക്കുന്നത് എന്താണ്? എ യൂണിയൻ ബി ഈക്വൽ ടു, നിങ്ങൾക്കറിയാം എ യൂണിയൻ ബി, എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെയും എല്ലാ എലമെന്റ്സും എടുത്തെഴുതുക. 2, 3 രണ്ടുമുണ്ട്, എഴുതണ്ട. 4, 5 ശരിയല്ലേ? എ യൂണിയൻ ബി എഴുതി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇത്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 2, 3, 4, 5 പോയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ് 2, 3, 4, 5 അത് പോയിട്ട് ബാക്കിയുള്ളത് ആരാണ്? 1 ഉം 6 ഉം മാത്രം. സെറ്റ് 1, 6. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുക. 1 by 1 ആയിട്ട് വാല്യൂറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് എ കോംപ്ലിമെന്റ്. എന്താണ് എ കോംപ്ലിമെന്റ്? എ എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റ് 2 ഉം 3 ഉം പോയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളത്. അറിയാലോ, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ. എയിൽ ഇല്ലാത്ത എലമെന്റ്സ് പക്ഷെ യുവിൽ ഉണ്ടായിരിക്കണം. 2 ഉം 3 ഉം പോയിട്ട് ബാക്കി ഇവിടെ ആരൊക്കെ ഉണ്ട് പറഞ്ഞോ? സെറ്റ് 2 ഉം 3 ഉം വേണ്ട, 1, 4, 5, 6 ശരിയല്ലേ? നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു, പറഞ്ഞോ? ബി എന്ന് പറഞ്ഞാൽ 3, 4, 5 ആ 3 എലമെന്റ് പോയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളത് 3, 4, 5 പോയിട്ട് ബാക്കി 1, 2, 6 1, 2, 6. നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് കാണുക. ഒറ്റ സ്റ്റെപ്പിൽ അത് കാണുന്നതിന് പകരം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണുന്നതാണ് ബെറ്റർ. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് അറിയാം, ബി കോംപ്ലിമെന്റ് അറിയാം. രണ്ടിന്റെയും ഇന്റർസെക്ഷൻ, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നോക്കി നോക്കുക. 1 രണ്ട് സ്ഥലത്തുമുണ്ട്, 6 രണ്ട് സ്ഥലത്തുമുണ്ട്. സോ സെറ്റ് 1, 6 ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റും സെറ്റ് 1, 6 എന്ന് കിട്ടി. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും സെറ്റ് 1, 6 എന്ന് കിട്ടി. Therefore from 1 and 2 right hand side equal, therefore left hand sides also equal. That is A union B the whole complement equal to A complement intersection B complement. Verification മനസ്സിലായില്ലേ? വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മറ്റൊരു ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. U equal to set 1, 2, 3, 4, 5, 6, 7, 8, 9 യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. A equal to set 2, 4, 6, 8. B equal to set 2, 3, 5, 7. Verify
A intersection B, the whole complement equal to A complement union B complement. അകത്ത് ഇന്റർസെക്ഷൻ വന്നു, സ്പ്ലിറ്റ് ചെയ്തപ്പോൾ യൂണിയൻ വന്നു. ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യണം. For that, consider left hand side. അതിനകത്ത് തന്നെ അകത്തുള്ള ടേം, that is A intersection B. ആദ്യം അത് കാണുക. നിങ്ങൾക്കറിയാം എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് A 2 4 6 8. ഇതെന്താണ് 2 3 5 7. രണ്ടിലും കോമൺ ആയിട്ട് ഒരൊറ്റ എലമെന്റേ ഉള്ളൂ, that is 2. Next we have to find A intersection B, the whole complement. എന്ന് പറഞ്ഞാൽ A intersection B യിൽ ഇല്ലാത്ത എലമെന്റ്സ് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം. അതായത് 2 പോയിട്ട് ബാക്കിയുള്ള എല്ലാ എലമെന്റും യൂണിവേഴ്സൽ സെറ്റിലെ 2 പോയിട്ട് ബാക്കിയുള്ളതെല്ലാം എഴുത് 1 3 4 5 6 7 8 9. ശരിയല്ലേ? എല്ലാം എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് 1 by 1 ആയിട്ട് കാണുക. A complement എന്ന് പറഞ്ഞാൽ A എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റ് 2 4 6 8 പോയിട്ട് ബാക്കിയുള്ള എലമെന്റ് A U യിലുള്ളത് 1 3 5 7 9. ശരിയല്ലേ? 2 4 6 8 പോയിട്ട് ബാക്കിയുടെ ഉള്ളത് എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് B complement. 2 3 5 7 പോയിട്ട് ബാക്കിയുള്ളത് 2 3 5 പോയിട്ട് ബാക്കി എന്തുണ്ട് 1 2 ഉണ്ട് 3 ഉണ്ട്, അവിടെ 4 എഴുതാം. 5 അവിടെ ഉണ്ട്, പറ്റത്തില്ല. 6 എഴുതാം. നെക്സ്റ്റ് 7 അവിടെ ഉണ്ട്, ബാക്കി പിന്നെ ആരുണ്ട് 8ഉം 9ഉം. ജസ്റ്റ് നോക്കി എഴുതുക. 2 3 5 7 പോയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ് എഴുതുമ്പോൾ എന്ത് കിട്ടും? ബി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. എന്താണ്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു ഇതിലും ഇതിലും ഉള്ള എല്ലാ എലമെന്റ്സും എഴുതുക. ആദ്യം ഞാൻ ഇത് എഴുതാം 1 3 5 7 9 നെക്സ്റ്റ് ബി കോംപ്ലിമെന്റ് എലമെന്റ്സ് 1 ഓൾറെഡി എഴുതി, 4 എഴുതിയില്ല, എഴുതുക. 6 എഴുതുക 8 എഴുതുക, 9 ഓൾറെഡി എഴുതി കഴിഞ്ഞു, ക്ലോസ് ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നേരത്തെ നമ്മൾ ഒരാളെ എഴുതി വെച്ചിരുന്നു, ആരാണ്? ഇത്. അത് ഇക്വേഷൻ നമ്പർ 1. നോക്കുക, ഇക്വേഷൻ നമ്പർ 1 റൈറ്റ് ഹാൻഡ് സൈഡ് 1 3 4 5 6 7 8 9. ഇവിടെയും 1 3 4 5 6 7 8 9. Right hand side equal. Therefore, left hand side is equal. Therefore, from 192, എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് A intersection B, the whole complement. A intersection B, the whole complement equal to this one. A complement union B complement, which is the verification. മനസ്സിലായില്ലേ? വേറെ ഒന്നുമില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വാല്യൂറ്റ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂറ്റ് ചെയ്യുക, രണ്ടും ഒന്നാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ. Again another higher secondary question. Let U equal to set A, B, C, D, E, F, G, H. Capital A equal to set A, B, C. B equal to set A, C, E, G. Verify. Again, De Morgan's law. A union B, the whole complement equal to A complement intersection B complement. നിങ്ങൾക്കറിയാം. First of all, we have to find A union B. A യിലെയും B യിലെയും എല്ലാ എലമെന്റ്സ് എടുത്തെഴുതുക. ആദ്യം A യിലെ എലമെന്റ് A, B, C, അടുത്ത B യിലെ എലമെന്റ് Aയും Cയും ഓൾറെഡി എഴുതി കഴിഞ്ഞു. ബാക്കിയുള്ളത് എഴുതിയാൽ മതി E, G. കഴിഞ്ഞു. Next we have to find A union B, the whole complement equal to A union B. ഇതല്ലേ? ഇത് പോയിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെ വേണ്ട? A വേണ്ട, B വേണ്ട, C വേണ്ട, Eയും വേണ്ട, Gയും വേണ്ട. A, B, C, E, G പോയിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? സെറ്റ് ഇടുക. ടിക്ക് ഇടാത്ത എലമെന്റ്സ് ഏതൊക്കെയാണ്? D, F, H. ശരിയല്ലേ? നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ നമ്പർ 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് കാണുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റ്. എ എന്ന സെറ്റ് എ ബി സി പോയിട്ട് ബാക്കിയുള്ളതെല്ലാം എഴുതുക. D, E, F, G, H. എന്തെളുപ്പം. നെക്സ്റ്റ് ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു ബി എന്ന സെറ്റിലെ എലമെന്റ്സ് പോയിട്ട് എ സി ഇ ജി പോയിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? എ വേണ്ട, സി വേണ്ട, ഇ വേണ്ട, ജി വേണ്ട. തെറ്റാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്താണ്? ബി എലമെന്റ് എ സി, എ വേണ്ട, സി വേണ്ട, ഇ വേണ്ട, ജി വേണ്ട. ടിക്കിട്ടത് പോയിട്ട് ബാക്കിയുള്ളത് ഏതാണ്? ബി കോംപ്ലിമെന്റ് പറഞ്ഞു. സ്മോൾ ലെറ്റർ ബി, നെക്സ്റ്റ് ഡി, എഫ്, നെക്സ്റ്റ് എന്താണ്? എച്ച്. ശരിയല്ലേ? ശ്രദ്ധാപൂർവ്വം എഴുതിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എ കോംപ്ലിമെന്റ് കിട്ടി, ബി കോംപ്ലിമെന്റ് കിട്ടി. നെക്സ്റ്റ് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഈ സെറ്റിലും കോമൺ ആയിട്ടുള്ളത്
ഡി അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് എഴുതണം. ഇ അവിടെയുണ്ട് ഇവിടെ ഇല്ല, പറ്റത്തില്ല. എഫ് അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് എഴുതുക. നെക്സ്റ്റ് ജി അവിടെയുണ്ട് ഇവിടെ ഇല്ല. എച്ച് അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്, അവിടത്തെ പോലെ ഇവിടെയുമുണ്ട്, അതുകൊണ്ട് അത് എഴുതണം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. 1 ഉം 2 ഉം നോക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് DFH right hand side same. Therefore from 1 and 2 എന്ത് കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൾസോ ഈക്വൽ. A union B the whole complement equal to A complement intersection B complement. 2018 higher secondary question. Consider the Venn diagram. Write U, A, B in roster form. Then verify. നമ്മുടെ സ്ഥിരം കേസ് ഡി മോർഗൻസ് ലോ. A intersection B the whole complement equal to A complement union B complement. വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ വെൻ ഡയഗ്രത്തിൽ നിന്ന് യൂണിവേഴ്സൽ സെറ്റ്, സെറ്റ് എ, സെറ്റ് ബി എന്നിവ റോസ്റ്റർ ഫോമിൽ എഴുതണം. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഈക്വൽ ടു ഈ റെക്ടാംഗിളിനകത്തുള്ള എല്ലാ നമ്പേഴ്സും എടുത്തെഴുതുക, എല്ലാ എലമെന്റ്സും എടുത്തെഴുതുക. 1 2 3 4 5 6 7 8 9 ഓർഡറിൽ തന്നെ എഴുതാം. 1 2 3 4 5 6 7 8 9. നെക്സ്റ്റ് എ സെറ്റ്. എ എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിൾ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? ആ സർക്കിളിനകത്തുള്ള എലമെന്റ്സ് അതാണ് സെറ്റ് എ. സർക്കിളിനകത്ത് ആരുണ്ട്? 2 3 5 6 2 3 5 6. നെക്സ്റ്റ് ബി ഈക്വൽ ടു സെറ്റ്. ബി എന്ന് പറയുന്ന സർക്കിളിനകത്തുള്ള എലമെന്റ്സ് 3 4 6 9 ശരിയല്ലേ? 3 4 6 9 കഴിഞ്ഞില്ലേ? ഇനി കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ നിങ്ങൾക്കറിയാം. പെട്ടെന്ന് പറഞ്ഞേരെ. ഫസ്റ്റ് ഓഫ് ഓൾ we have to find A intersection B. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് എഴുതുക. ആരൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? എയിലും ബിയിലും ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. 6 അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 3 6. ഞാൻ എന്ത് ചെയ്തു? ഇത് നോക്കി എഴുതി. അതിന്റെ ആവശ്യമില്ല. കാരണം ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ ഫിഗറിൽ നിന്ന് എഴുതുന്നതാണ് വളരെ ഈസി. ഞാൻ എന്താ വേണമെന്ന് പറഞ്ഞത്? എ ഇന്റർസെക്ഷൻ ബി. നിങ്ങൾക്കറിയാം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റും ബി എന്ന സെറ്റിനും കോമൺ ആയിട്ടുള്ള പോർഷൻ. എ എന്ന സെറ്റും ബി എന്ന സെറ്റും ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷൻ ഇതല്ലേ? അതിനകത്തുള്ള എലമെന്റ്സ് ആരാണ്? 3 ഉം 6 ഉം. ഒറ്റയടിക്ക് അങ്ങനെ എഴുതിയാൽ പോരെ? അപ്പൊ ഡെഫിനിഷൻ യൂസ് ചെയ്തും ചെയ്യാം, അല്ലാതെ ഫിഗറിൽ നിന്നും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. സോ എ ഇന്റർസെക്ഷൻ ബി എന്താണ്? എ എന്ന സെറ്റിനും ബി എന്ന സെറ്റിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്. അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷൻ ഇതാണ് കോമൺ പോർഷൻ. ആ കോമൺ പോർഷനകത്തുള്ള എലമെന്റ്സ് എഴുതിയാൽ എന്ത് കിട്ടി? എ ഇന്റർസെക്ഷൻ ബി. നെക്സ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു. അതും ഫിഗറിൽ നിന്ന് എഴുതാം. എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. അത് പോയിട്ട് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും എന്ന് പറഞ്ഞാൽ 3 ഉം 6 ഉം പോയിട്ട് ബാക്കിയുള്ള എല്ലാം എഴുതുക. കഴിഞ്ഞില്ലേ? സെറ്റ്. ബാക്കി അവിടെ നോക്കി എഴുതാം, അല്ലാതെയും എഴുതാം. 1 2 4 5 7 8 9 കഴിഞ്ഞു. എന്ത് കിട്ടി? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. അതിനുവേണ്ടി ആദ്യം എ കോംപ്ലിമെന്റ് കാണുക. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ എ എന്ന സെറ്റിനകത്തുള്ള എലമെന്റ് പോയിട്ട് ബാക്കിയുള്ളത് എല്ലാം ഫിഗറിൽ നിന്ന് എഴുതാം. 2 3 5 6 പോയിട്ട് ബാക്കിയുള്ളത് 1 4 9 7 8 1 4 7 8 9 ശരിയാണോ? നോക്കിയൊക്കെ 1 4 7 8 9. അതായത് എ എന്ന സർക്കിളിനകത്തുള്ള എലമെന്റ്സ് പോയിട്ട് ബാക്കിയുള്ള എല്ലാം എഴുതുക. നെക്സ്റ്റ് ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ്. നിങ്ങൾ പറയും ബി കോംപ്ലിമെന്റ് ബി എന്ന് പറയുന്ന സർക്കിളിനകത്തുള്ള എലമെന്റ്സ് പോയിട്ട് ബാക്കിയുള്ളത്. അപ്പൊ എന്ത് വരും? ബി എന്ന സർക്കിൾ കൺസിഡർ ചെയ്യരുത്. ബാക്കി 1 2 5 1 2 5 അല്ലെ? അടുത്ത ബി എന്ന സർക്കിൾ വേണ്ട. ബാക്കി 7 8. നെക്സ്റ്റ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരുന്നു? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു. ഇനി ഇവിടെ നോക്കി എഴുതാണ് ബെറ്റർ. ഇതിലുമുള്ള എല്ലാ എലമെന്റ്സും ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ അല്ലേ? എല്ലാ എലമെന്റ്സും എന്ത് വരും? 1 2 4 5 7 8 9 1 2 4 5 7 8 9. ഞാനൊന്ന് ഓർഡറിൽ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അങ്ങനെ എഴുതുക. രണ്ട് സെറ്റിലും ഉള്ള എല്ലാ എലമെന്റ്സ് എടുത്തെഴുതിയപ്പോൾ അവയുടെ യൂണിയൻ കിട്ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. 1 ഉം 2 ഉം നോക്കുക. 1ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 1 2 4 5 7 8 9 1 2 4 5 7 8 9. റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം. Therefore ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മസ്റ്റ് ബി സെയിം. എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? എ ഇന്റർസെക്ഷൻ ബി the whole complement equal to
റൈറ്റ് ആൻസർ എന്താണ്? പ്രൂവ് ചെയ്യാനുള്ളത് തന്നെ എഴുതിയാൽ മതി. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് വിച്ച് ഈസ് ദ വെരിഫിക്കേഷൻ. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഡി ബോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ ചോദിച്ചാൽ ചെയ്യാൻ സാധിക്കണം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്തത്? പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് സെറ്റ്സ്. കോംപ്ലിമെന്റ് സെറ്റ്സിന്റെ ചില പ്രോപ്പർട്ടീസ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? ഡി മോർഗൻസ് ലോ. അതിന്റെ വെരിഫിക്കേഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് ഭംഗിയായി പഠിക്കൂ. എക്സാമിനേഷൻ തീർച്ചയായും അത് പ്രതീക്ഷിക്കാം. അത് നിങ്ങൾക്ക് മാർക്ക് നൽകുകയും ചെയ്യും, യാതൊരു സംശയമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലിക്കേഷൻ ഓഫ് സെറ്റ് എന്ന പോർഷനുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.